തിരുവനന്തപുരം കൗൺസിലിലെ നിർണായക യോഗത്തിൽ കൗൺസിലർ ആർ സുഗതന് അവധി നൽകി നഗരസഭാ കൗൺസിൽ. ജയിലർ മുഖാന്തരം നൽകിയ അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചു. ഹാജരാകാൻ കഴിയുന്നില്ല എന്നുള്ള അവധി അപേക്ഷ 51 പേരുടെ പിന്തുണയോടുകൂടിയാണ് അംഗീകരിച്ചത്. വാഴോട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതൻ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേനയാണ് അവധിയായി നൽകിയത്. 6 മാസത്തേക്ക് ഹാജരാകാൻ കഴിയില്ല എന്നാണ് നിലപാട്. പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേരാണ് കൈ ഉയർത്തി ഈ അവധി അപേക്ഷ അംഗീകരിച്ചുവെന്ന് അറിയിച്ചത്. മേയറിന്റെ പ്രതികരണത്തിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിലിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. കോർപ്പറേഷനിലെ രണ്ടാമത്തെ സ്വതന്ത്ര കൗൺസിലറെയും ഒപ്പം ചേർത്താണ് BJP കാര്യങ്ങൾ നീക്കിയത്. സുഗതൻ വിഷയത്തിൽ BJPക്ക് ഒപ്പമാണെന്ന് പൗണ്ടുകടവ് കൗൺസിലർ സുധീഷ് വ്യക്തമാക്കി. കൗൺസിൽ മുടക്കമില്ലാതെ നടക്കാൻ വേണ്ടിയാണ് ഈ പിന്തുണയെന്നും കോൺഗ്രസ് വിമതനായി ജയിച്ച സുധീഷ് പറഞ്ഞു. മാറ്റം അത് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. എന്താണ് കാരണം എന്താണെന്ന് തോന്നുന്നത്? കൗൺസിൽ നന്നായി നടക്കണം. കൗൺസിൽ നടക്കണം. ഇത് എന്നും വന്ന് ഇതിന്റെ പേരിൽ ഇവിടെ വന്ന് ഒരു സുഗതനല്ല ഇവിടെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കോർപ്പറേഷന്റെ സാമ്പത്തികമായിട്ടും ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് കോർപ്പറേഷന്റെ പ്രവർത്തനം തന്നെ അവതളത്തിലാക്കുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ചാണ് പ്രതിപക്ഷം സംസാരിക്കാനുള്ളത്. അല്ലെ, സുഗതനല്ല ഇവിടുത്തെ ഒരു വിഷയം. സുഗതന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇവിടെ നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. ഈ കോർപ്പറേഷന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്തതിലൂടെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ളത്. അല്ലാണ്ട് ഒരു സുഗതന്റെ ഒരു വിഷയം പറഞ്ഞ് ഈ കോർപ്പറേഷനെ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തെറ്റായി കീഴ്വഴക്കണമെന്ന് ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തതല്ലേ. ഭൂരിപക്ഷമുള്ളവർ ഭരിക്കട്ടെന്നേ. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ അവധി അപേക്ഷിക്കാമെന്നും അത് കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കണമെന്നും ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ഉണ്ടെന്ന് മേയർ VV രാജേഷ്. 6 മാസത്തേക്ക് സുഗതന് അവധി നൽകിയത് നിയമപരമാണ് എന്നും VV രാജേഷ് പറഞ്ഞു. അല്ല, മുനിസിപ്പൽ ആക്ടിന്റെ ബലത്തിലാണ് എല്ലാം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ അതിനൊരു പിൻബലമായിട്ടുണ്ട്. കാര്യം ഗവൺമെന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്താൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ലാസ്റ്റ് ലൈൻ. സുരക്ഷിതമായിരിക്കുന്നു, താങ്കൾ അയോഗ്യനാകപ്പെടുകയില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ സർക്കുലറാണ്, അദ്ദേഹത്തിനടുത്ത് മറുപടിയായിട്ട് എടുക്കാം. ഒരു സർക്കുലറാണ്, അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്. മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നടന്നത് ചട്ടവിരുദ്ധമായ നടപടിയാണെന്ന് KS ശബരിനാഥൻ ആരോപിച്ചു. പാലക്കാട് നഗരസഭയിൽ 3 തവണ ഹാജരാകാതിരുന്ന കൗൺസിലറെ അയോഗ്യനാക്കാൻ ഇതേ നിയമങ്ങൾ തന്നെയാണ് BJP കൗൺസിലർമാർ അന്ന് ഉയർത്തി കാണിച്ചതെന്നും ശബരിനാഥൻ. ലീവിന് കൈപൊക്കി പാസ്സാക്കാവുന്ന നിയമവശമൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം പഠിക്കട്ടെ, പക്ഷേ സ്ട്രോങ് ആയിട്ട് ഇതിന് തിരിച്ചും മറിച്ചുമുള്ള കേസുകളുണ്ട്. ഞാൻ സൈറ്റ് ചെയ്യുന്നത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം പാലക്കാട് മുനിസിപ്പാലിറ്റി നടന്ന കേസിൽ ഇത് പറഞ്ഞുകൊണ്ട് 3 തവണ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കൗൺസിലറിന്റെ സ്ഥാനം റദ്ദാക്കിയപ്പോൾ അത് BJPക്കാർ റദ്ദാക്കിയപ്പോൾ അതേ BJPയുടെ ഉള്ള തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ BJPക്കാരനായതുകൊണ്ട് അകത്ത് കയറ്റുകയാണ്. ഇതിനൊക്കെ നിയമമുണ്ട്. നിയമവ്യവസ്ഥ അനുസരിച്ച് ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മൾ പരാതി കൊടുത്തു. അദ്ദേഹം പഠിക്കട്ടെ. നമ്മൾ എന്തായാലും ഹയർ ഇതിലേക്ക് പോകാറുള്ളൂ. ഒരു കാര്യം പറയാനുള്ളൂ, നിയമവും ചട്ടങ്ങളും ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. ഈ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് UDF കൗൺസിലർമാർ പരാതി നൽകി. എന്നാൽ അവധി അപേക്ഷ അംഗീകരിച്ച കൗൺസിൽ നടപടി നിയമപരമാണ് എന്ന് നഗരസഭാ സെക്രട്ടറി J. മുഹമ്മദ് ഷാഫി പറഞ്ഞു. കേരള മുനിസിപ്പൽ ആക്ട് അനുസരിച്ചാണ് അവധി അപേക്ഷ പരിഗണിച്ചതെന്നും സെക്രട്ടറി റദ്ദാക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹം അന്യായം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി താഴെ പറയുന്ന നിരീക്ഷണങ്ങൾ അത് റദ്ദ് ചെയ്യാനാണ് ഉണ്ടായത്. 1900 അതിൽ ജുഡീഷ്യൽ കസ്റ്റഡി കാരണം ഒരു ജനപ്രതിനിധിക്ക് സ്ഥിരമായി പദവി നഷ്ടപ്പെടാൻ പാടില്ലെന്ന് നിരീക്ഷിച്ച കോടതി അദ്ദേഹത്തിൻ്റെ വാർഡ് അംഗത്വം നിലനിൽക്കുന്നതാണെന്ന് വ്യക്തമാക്കുകയും നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം സെക്രട്ടറി എന്ന നിലയിലുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഒരു ആക്ഷേപം പരിശോധിക്കുകയും നിയമപരമായ അഡ്വൈസ് ലഭിച്ചതിന് ശേഷം നഗരസഭാ സ്റ്റാൻഡിംഗ് കൗൺസിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.